തൊഴിൽ അവസരങ്ങൾ ഒരുപാട് ഒരുക്കി കൊടുക്കുന്ന ഒരു മേഖലയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇപ്പോൾ 2030 ആകുമ്പോഴേക്ക് 15.7 ട്രില്യൺ US ഡോളറിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയായ US-ന്റെ എക്കോണമി എന്ന് പറയുന്നത് 30 ട്രില്യൺ ആണ്. മിഡിൽ ഈസ്റ്റിന് ഏകദേശം 1.5 ട്രില്യൺ വരുമ്പോൾ ഇന്ത്യ 4.1 ട്രില്യണിൽ നിലനിൽക്കുന്നു. ചൈന 19 ട്രില്യണിൽ നിലനിൽക്കുന്നു. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 196 ബില്യൺ US ഡോളർ എന്ന് തുടങ്ങി ഇന്ന് 15.7 ട്രില്യണിലേക്ക് കുതിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ആ മേഖലയിൽ ഇനി എത്രമാത്രം വിപ്ലവകരമായ അവസരങ്ങൾ വരുന്നു, എത്രമാത്രം അഡ്വാൻസ്മെന്റ് വരുന്നു, എത്രമാത്രം തൊഴിലവസരങ്ങൾ വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയ. പക്ഷേ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ തൊഴിൽ മേഖലകളിലേക്ക് കയറി ചെല്ലണമെങ്കിൽ മാത്തമാറ്റിക്സ്, ഫിസിക്സ് അനിവാര്യമാണ് എന്നുകൂടി വിദ്യാർത്ഥികൾ തിരിച്ചറിയേണ്ടതുണ്ട്. +2 കഴിഞ്ഞ് SSLC കഴിഞ്ഞ് +2-ന് നിങ്ങൾ കോഴ്സസ് സെലക്ട് ചെയ്യുമ്പോൾ സയൻസിനെയും മാത്സിനെയും ഒഴിവാക്കിക്കൊണ്ട് പിന്നെ വേറെ ഏതെങ്കിലുമൊക്കെ കോഴ്സ് എടുത്ത് പിന്നീട് ജോലിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റിയും അതേപോലെയുള്ള മേഖലകളിലേക്ക് പോകാൻ എളുപ്പമല്ല എന്നുള്ളതും അവിടെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും മാത്സ് പഠിച്ചില്ലേ ചെയ്യാൻ കഴിയില്ല എന്നുകൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാം.